ഈ നിഷാദെ, ഞാന് ഒരു പക്ക രാഷ്ട്രീയ ദൃഷ്ടിയിൽ തന്നെ പറയുകയാണത്. ഇവിടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സത്യത്തിൽ കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എന്റെ വാസ്തവം. ഇപ്പൊ സപ്പോസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിന്റെ ശരിതെറ്റുകളും ധാർമ്മിക അധാർമിക കാര്യങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വിഷയം CPM-ലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അവരെന്തായിരുന്നു ചെയ്യുക? എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? അവർ അവരുടെ ആ പ്രവർത്തകനെ ചേർത്ത് നിർത്തി അതിനെ വളരെ അവരുടെ പാർട്ടി മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അവരതിൻ്റെ അകത്ത് വിജയിക്കുകയും ചെയ്തു, വളരെ ശക്തമായി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പം കേസില്ല, പുറത്തു വന്ന ഒരു ശബ്ദ സന്ദേശം, ഇതിന്റെയൊക്കെ പേരിലാണ് ഇപ്പൊ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അകത്ത് കോൺഗ്രസിന്റെ അകത്തെ പല പടലപ്പിണക്കത്തിന്റെ കാര്യത്തിൽ ആര് മുന്നിൽ എന്നുള്ള ആ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്രയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഷാഫി പറമ്പിൽ അവിടെ കാണിച്ചിരിക്കുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ ബുദ്ധിയാണ്. ഞാനതാ പറഞ്ഞു, വളരെ കൗശലക്കാരനായ, വളരെ വളരെ ബുദ്ധിയുള്ള പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ഇന്ന് കോൺഗ്രസിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, UDF-ൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷാഫിക്കാണ് എന്ന് പറയേണ്ടി വരും. അത്ര കൃത്യമായി ബാലൻസ്ഡ് ആയിട്ടാണ് ഷാഫി ഇതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഈ അമിതാവേശം കാണിച്ച് ഇവരുടെ VD സതീശനും രമേശ് ചെന്നിത്തല ഇവരൊക്കെ തമ്മിലുള്ള പടലപ്പിണക്കത്തിന്റെ ഭാഗമായിട്ട് കാണിച്ച് ഈ എടുത്തു ചാടിയതിന്റെ ഫലമായിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കോൺഗ്രസിലെ കാര്യം, ഇതിന്റെ മുഴുവനും ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്ക് മുഴുവനുമായി. അതായത് ഇപ്പം ഈ പാലക്കാട് ഈ 2 ആഴ്ച മുമ്പ് ഈ വിവാദം വന്നപ്പോൾ മാത്രമല്ലല്ലോ, ഇതിനു മുമ്പും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്വഭാവങ്ങളും കാര്യങ്ങളും ഇവർക്കെല്ലാം അറിയാമായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പൊ ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ഈ കാര്യങ്ങളെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇയാളെ ഇവിടുത്തെ MLA സ്ഥാനാർത്ഥിയാക്കിയത്, ഇത്രയും പൊളിറ്റിക്കലി വളർത്തിയത് എന്ന തരത്തിലേക്കാണ് ഇത് പോയി ചെന്നുപെട്ടത്. അതാണ് പറഞ്ഞത്, ഇവരുടെ ആ പക്വതയില്ലായ്മയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യമില്ലായ്മയോ ആണ് അതിനകത്ത് കാണിച്ചത്, അതിനകത്ത് കണ്ടത്. അതാ പറഞ്ഞത്, അക്കാര്യത്തിലൊക്കെ പലപ്പോഴും CPM എടുക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ധാർമ്മികത അധാർമികത, നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ധാർമ്മികതയൊക്കെ കക്ഷി രാഷ്ട്രീയത്തിലെ കളികളിൽ കോൺഗ്രസിന് പഴിച്ചുപോയി എന്നുള്ള അഭിപ്രായം പറയാണ് താങ്കൾ. അല്ല, ഞാൻ ചോദിക്കുന്ന റിജിൽ മാക്കുറ്റി, ഇവിടെ ആദ്യ ദിവസം വിശദീകരിക്കും പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പറയുന്നത് പരാതികൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ധാർമ്മികമായ നിലപാട് സ്വീകരിച്ച് തൻ്റെ രാജ്യസന്നദ്ധത പാർട്ടിയെ അറിയിക്കുകയും അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു. പാർട്ടിക്കും ആ അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ഷാഫി പറയാൻ ശ്രമിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നടപടിയൊന്നുമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറാനുള്ളത് രാഹുലിൻ്റെ ഒരു ധാർമ്മിക നിലപാട് എന്ന മട്ടിൽ രാഹുലിനെ ഒരു ആ നിലയ്ക്ക് കൂടി ഉന്നതനാക്കിയൊക്കെ അവതരിപ്പിക്കുകയാണ് ഷാഫി ചെയ്യുന്നത്. ഷാഫിക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പരാതികൾ സങ്കടകരമാണ്. സ്ത്രീകളുടെ പരാതികൾ ഉയർന്നു വരുന്നത്. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത ആളായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊന്നും ഷാഫി പറയുന്നില്ല. ശ്രീ നിഷാദെ, ഇപ്പൊ ഷാഫിയുടെ വായിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കോലിട്ടിളക്കി ഷാഫി പറയണം. ഷാഫി പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ബോധ്യമുണ്ട്. പാർട്ടി എടുക്കേണ്ട നിലപാട് പാർട്ടിയുടെ KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് തർക്കമില്ല. ഷാഫി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും രാഹുലിനെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വാദഗതിക്ക് എന്തെങ്കിലും ആനുകൂല്യം ഇതിനകത്ത് ഷാഫിയെ ടാർഗറ്റ് ചെയ്ത് ഷാഫിക്കെതിരായി ഇത്തരം വാദഗതികളുണ്ടാക്കി ഈ പാർട്ടിക്കകത്ത് നിന്ന് പുറത്തുപോയി ആ ഘട്ടത്തിൽ ഉൾപ്പെടെ ഞങ്ങളുടെ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാലത്ത് എല്ലാം ഷാഫിക്കെതിരായി പരിഗണന കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ ഷാഫിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച് സംഘടനക്കകത്ത് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ അതിനകത്ത് ആരുടെ പിന്തുണ കിട്ടാതിരിക്കുമ്പോൾ ഇപ്പോൾ CPM-നകത്തൊക്കെ പോയി അതിനകത്ത് നിന്ന് ഷാഫിക്കെതിരായി ഇങ്ങനെ വന്ന് പറയുമ്പോൾ മുൻകാല ചരിത്രത്തെക്കുറിച്ചൊക്കെ എന്നെക്കൊണ്ട് പറയിക്കണ്ട എന്നുള്ളത് ഈ പറയുന്ന മാന്യ സുഹൃത്ത് മനസ്സിലാക്കിയാൽ മതി. സദസ്സുകളെല്ലാം ഈ പ്രത്യക്ഷ സമരം, മുദ്രാവാക്യം വിളി, ഗോ ബാക്ക്, രാജിവെക്കൂ പോലെയുള്ള സംഗതികളായിട്ട് തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണോ?